40 തവണ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ഒരു കുഞ്ഞൻ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ശരവേഗത്തിൽ ഉത്തരം ലഭിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ പറഞ്ഞതാ. ഏതാണ് ആ ദുആ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം നോക്കിയാൽ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട ചില ദുആകൾ കാണാൻ കഴിയും. അങ്ങനെ മഹാനായ ദുന്നൂൻ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുആ ആണ് നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി നബിതങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായി ആ ദിക്റൊന്ന് കേൾക്കാം. ജീവിതത്തിൽ എത്ര വലിയ കഠിനമായ പ്രതിസന്ധിയിലാണ് നിങ്ങൾ ഇപ്പോഴുള്ളതെങ്കിലും ശരി, അതൊക്കെ പുഷ്പം പോലെ പരിഹരിച്ചു കിട്ടാൻ, നിങ്ങൾ മല പോലെ കണ്ട പല വിഷയങ്ങളും മഞ്ഞുപോലെ ഉരുക്കിക്കളയാൻ കെൽപ്പുള്ള, കപ്പാസിറ്റിയുള്ള, മഹത്വമുള്ള ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു തരികയാണ്. നബി തങ്ങളോട് വന്ന് ആവലാതി പറഞ്ഞ, വിഷമം പറഞ്ഞ, പരിഹാരം ചോദിച്ച സ്വഹാബിക്ക് മുത്തുനബി തങ്ങൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ചൊല്ലിക്കോളാൻ. നമുക്കും അത് ഏറ്റെടുത്തു ചൊല്ലാം, നമ്മളുടെ പ്രയാസങ്ങൾ തീർക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. കരളിന്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ, എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കി തരട്ടെ. കഴിഞ്ഞ ദിവസം വല്ലാതെ ബേജാറായിട്ട് ഒരു സഹോദരി വിളിച്ചിട്ട് വല്ലാത്ത സങ്കടം പറഞ്ഞ് കരയുകയാണ്. അവരൊന്ന് കരച്ചിൽ നിർത്തി കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോലും. അത്രത്തോളം അവരിങ്ങനെ കരയുകയാണ്. അവർ പറയുന്ന ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അവസാനം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് കരച്ചിൽ നിർത്തിയിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു പരിഹാരം പറഞ്ഞു തരാം. ആ സഹോദരി വല്ലാത്ത സങ്കടം പറയുകയാണ്. അവരുടെ ഭർത്താവ് വരെ നോക്കുന്നില്ല, മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, അവർക്ക് ഹൈറായ ഒരു ജോലിയില്ല, അവർക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം മര്യാദയ്ക്ക് വാങ്ങിക്കഴിക്കാനുള്ള വകുപ്പ് പോലും ഇല്ല. വല്ലാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, അതോടൊപ്പം തന്നെ ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളും. ഒരു ഭാഗത്ത് ക്യാൻസർ ബാധിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ്, ചികിത്സയിലാണ്. ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന 5 or 10 കൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ തുടങ്ങിയിട്ട് എണ്ണി 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 ഇങ്ങനെ സങ്കടം പറയുകയാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഖൽബ് കൊണ്ട് ഒരു അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാണ്? അവർക്ക് ബുദ്ധിമുട്ടുണ്ടായതിനല്ല, അല്ലെ അവരുടെ പ്രയാസം കേട്ടതുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് ആലോചിച്ചപ്പോഴേ, റബ്ബ് നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ എത്ര വലുതാണെന്ന് ആലോചിച്ചപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹുവെ ഈ നിഅമത്തുകളൊക്കെ നീ നിലനിർത്തി തരണേ അള്ളാഹ്. നമ്മളെപ്പോഴും ദുആ ഇറക്കണത് ആ സഹോദരിയുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ഒരു ചെറിയ പരിഹാരം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, അള്ളാഹു അത് കബൂലാക്കുമാറാകട്ടെ. ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദനകൾ അനുഭവിക്കുന്ന, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും കൈപ്പേറിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന പല ആളുകളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അമൂല്യമായ നിധി ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊക്കെ അറിയുന്നൊരു ദുആയാണ്, പക്ഷേ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുആഇന് പറഞ്ഞു തന്ന ശ്രേഷ്ഠതകൾ കൂടി നമ്മളൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രയാസഘട്ടത്തിലും ഈ ദുആ നമ്മൾ ഒഴിവാക്കൂല. നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ഈ ദുആ മുറുകെ പിടിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വലിയൊരു സംഭവമുണ്ട്. മഹാനായ യൂനുസ് ബിൻ മത്ത അലൈഹിമുസ്സലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യൂനുസ് നബി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന ദുആയാണിത്. നമുക്കൊക്കെ അറിയുന്ന ദുആയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതൊക്കെ ഞാൻ ചെല്ലാറുണ്ട് ഉസ്താദെ. ഓക്കെ, ചൊല്ലിക്കോ, ചൊല്ലണ്ട എന്നല്ല പറയുന്നത്, മറിച്ച് ചൊല്ലുന്ന സമയത്ത് ഈ പറയുന്ന രൂപത്തിലൂടെ ചൊല്ലുകയാണ് എങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ശരവേഗത്തിൽ നടക്കും. നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം മണി പോലെ നടക്കും. നമ്മൾ ആ ഉദ്ദേശിച്ച കാര്യം ഒരു തടസ്സവും കൂടാതെ, ഒരു മുടക്കവും കൂടാതെ അത് കറക്റ്റായിട്ട് നടന്നു കിട്ടും. അത് മുത്തുനബി തങ്ങൾ ഗ്യാരണ്ടി പറയുകയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുളുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ഹമ്മുകളിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. ഫനാദാ ഫി ദുലുമാത്തി എന്നാണ് ഖുർആൻ പറഞ്ഞത്. വിഷമങ്ങളിൽ കഴിയുന്ന സമയത്ത്, ഇരുട്ടുകളിൽ കഴിയുന്ന സമയത്ത് അവിടുന്ന് വിളിച്ചത്, അള്ളാഹുവിനെ വിളിച്ചു. ഫനാദാ ഫി ദുലുമാത്ത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ പറഞ്ഞപ്പോഴാണ്, ഇരുളറയിൽ കിടന്നപ്പോഴാണ്, മത്സ്യത്തിന്റെ വയറ്റിൽ ആഴക്കടലിന്റെ ഉള്ളിലെ ആ ഇരുട്ടറയിൽ കിടന്നപ്പോഴാണ് മഹാനവറുകൾ ഈ ദുആ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്തജബ്നാ ലഹു ഫനജയ്നാഹു മിനൽ ഗം, മഹാനവറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആ പ്രയാസത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. നമുക്കും ചൊല്ലിക്കൂടെ? നമുക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? ഇൻഷാ അല്ലാഹ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാര മാർഗ്ഗം പറയാണ്. ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് ഒരു സംശയം ചോദിച്ചു. നബിയെ, എൻ്റെ പ്രയാസങ്ങൾ തീരാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, പ്രശ്നങ്ങൾ തീർന്നു കിട്ടാൻ, എൻ്റെ കടങ്ങൾ തീരാൻ, എൻ്റെ അതുപോലെ സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ഒരു മാർഗ്ഗം പറഞ്ഞുതരും. മഹാനായ തുർമുദി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പറയാണ്, ദഅവത്തു ദിന്നൂൻ വഹുവ ഫീ ബത്നിൽ ഹൂത്ത്. മഹാനായ ദിന്നൂൻ, അതായത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യ വയറ്റിലായിരുന്നപ്പോൾ ഉള്ള ഒരു ദുആ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ദുആ എന്നിട്ട് നബി തങ്ങൾ പറയാണ്, ദുആ പറഞ്ഞിട്ട്, ലം യദഅഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ഈ ഒരു ദുആ ചൊല്ലിയിട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുആയിരുന്നു, എന്തെങ്കിലും ഒരു വിഷയത്തിൽ ദുആയിരുന്നു, എന്നാൽ ആ ദുആഇനെ റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. സ്വീകരിക്കുകയില്ലാതെ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക തന്നെ ചെയ്യുന്നതാണ്. നോക്കുക, ഉറപ്പായിട്ടും ആ ദുആഇനെ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. മുത്തുനബി തങ്ങളുടെ വാക്കാണ്. ആ ദുആ തട്ടിക്കളയില്ലല്ലോ. ആ വാക്ക് അള്ളാഹു തട്ടിക്കളയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല, അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. അള്ളാഹു ഇറക്കി കൊടുത്താണ് നബി തങ്ങൾ പറഞ്ഞത് ഈ ദുആഇനെ അള്ളാഹു സ്വീകരിക്കുന്നു. ഏത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയിട്ട് ദുആ ഇറക്കുന്ന ദുആഇനെ അള്ളാഹു ഖബൂലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ, അള്ളാഹുവെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരണേ എന്ന് ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ദുആ സ്വീകരിക്കുന്ന പറയുന്നത്. ഇനി അതോടൊപ്പം ചേർത്ത് പറയാണ്, ഇനി എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ കുടുസിൽ കഴിയുന്നവരാണ്, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാണ്, ഏതെങ്കിലും ഒരു ബേജാറിൽ കഴിയുന്നവരാണ്, നബി തങ്ങൾ പറഞ്ഞു, ഇല്ലാ ഫറജ അൻഹു. അങ്ങനെ ബേജാറിൽ കഴിയുന്ന ആളുകൾ ആ ബേജാറിനെ മുൻനിർത്തിയിട്ടാണ് ഈ ദുആ ചൊല്ലിയത് എങ്കിൽ, ഈ ദിക്ർ ചൊല്ലിയത് എങ്കിൽ, ആ ബേജാറിൽ നിന്നും, ആ വിഷമത്തിൽ നിന്നും, ആ കുരുക്കിൽ നിന്നും അള്ളാഹു അവർക്ക് മോചനം കൊടുക്കും. അള്ളാഹു അവർക്ക് ഒരു എളുപ്പം ചെയ്തു കൊടുക്കും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പുറത്തു കടക്കാൻ, രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കും. ഇനി മറ്റൊരു ഹദീസിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. മുത്തുനബി തങ്ങൾ ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ മഹത്വം പറഞ്ഞിട്ട് പറയാണ്, വഇദാ ദുഇയ ബിഹി. ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് ദുആയിരുന്നു, ഇത് മുൻനിർത്തിയിട്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് ദുആയിരുന്നു, എന്നാൽ അജാബ, ഉറപ്പായിട്ടും ആ ദുആഇന് ഇജാബത്ത് ലഭിക്കും. അതോടൊപ്പം തന്നെ വഇദാ സുഇല ബിഹി ഉഅതിയ. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ഈ വിഷയം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചു, സമ്പത്ത് വേണമെന്നോ, ജോലി വേണമെന്നോ, വാഹനം വേണമെന്നോ, വീട് വേണമെന്നോ, അല്ലെങ്കിൽ നല്ല വിവാഹബന്ധം വേണമെന്നോ, മക്കളെ വേണമെന്നോ, എന്താണോ അവരുടെ ആവശ്യം അത് റബ്ബിനോട് ചോദിച്ചാൽ ഉഅതിയ, ആ വ്യക്തിക്ക് നൽകപ്പെടുക തന്നെ ചെയ്യുമെന്ന് നാവുകൊണ്ട് കളവ് പറയാത്ത ഷഫീഉൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പവറുള്ള ഒരു ദിക്റാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധരങ്ങളിലൂടെ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചത്. ഈ ദുആഇനൊന്ന് മുറുകെ പിടിച്ചൂടെ? നമ്മൾ എന്തൊക്കെ മാർഗ്ഗങ്ങൾ തേടാറുണ്ട് പ്രശ്നങ്ങൾ മാറാൻ. ഇൻഷാ അല്ലാഹ് അതിലേറ്റവും നല്ലൊരു മാർഗ്ഗമായിട്ട് ഇന്നു മുതൽ നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇനി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ, ശാരീരികമായ വല്ലാതെ പ്രയാസപ്പെടുന്നവരാണ്, ഏത് രോഗമായിക്കോട്ടെ, മഹത്തുക്കൾ അതിന് ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ, ക്യാൻസറിനേക്കാൾ വലിയ രോഗങ്ങൾ ഇപ്പോൾ ഉണ്ട്, എന്നിരുന്നാലും ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങളാണെങ്കിലും ശരി, എത്ര പ്രയാസമുള്ള രോഗങ്ങളാണ് ശരി, അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ പറ്റുന്നൊരു മാർഗമാണ്, അതിനുള്ളൊരു മരുന്നായിട്ടാണ് മഹത്തുക്കൾ ഈ ദിക്ർ പഠിപ്പിച്ചു തരുന്നത്. അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെ കാണാം, മാമിൻ മരീദുൻ യദ്ഉ ബിഹാ 40 മറ. ഏതെങ്കിലും ഒരു രോഗിയായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രോഗിക്ക് വേണ്ടി മറ്റൊരാൾ എന്ത് ചെയ്തു? 40 തവണ ഈ ഒരു ദുആ ചൊല്ലി, ഈ ഒരു ദിക്ർ ചൊല്ലി, എന്നാൽ ഇല്ലാ ഉഅതിയ അജ്റു ഷഹീദിൻ, ആ വ്യക്തിക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന്. മനസ്സിലായോ? ഒരാൾ രോഗത്തിൽ കടന്ന് വല്ലാതെ ബുദ്ധിമുട്ടി, ആ രോഗി ആ രോഗം മാറണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു ദിക്റിനെ 40 തവണ ചൊല്ലി, എന്നാൽ ആ രോഗി മരണപ്പെട്ടാൽ, ആ രോഗത്തിലായിട്ട് മരണപ്പെട്ടു പോയി, എന്നാൽ അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി ലഭിക്കും. ഒന്നാമത് അങ്ങനെ മരിച്ചു പോകുമെന്നല്ല, അഥവാ ഇനി അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ അജല് അവധി നിശ്ചയിച്ചത് ആ രോഗത്തിലാണെങ്കിൽ ശുഹദാക്കളുടെ കൂട്ടത്തിലായിരിക്കും ആ വ്യക്തി മരണപ്പെടുക. ഇനി അല്ല, ആ രോഗം അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ ചൊല്ലിയ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. 2 ഓഫറാണ്. 40 തവണ ഒരു രോഗി ഈ ഒരു ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഓഫർ 2ആണ്. ഒന്ന്, അദ്ദേഹം മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലി ഉറപ്പാണ്. രണ്ടാമത്തത്, ഇനി അതല്ല അദ്ദേഹത്തിന് ഷിഫ ആയി, എന്നാൽ അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങൾ, അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. നമുക്കൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളില്ലേ,
പല രോഗങ്ങളും ഉണ്ടാവും, നമുക്ക് അറിയുന്നതും അറിയാത്തതൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ചൊല്ലണം, എപ്പോഴും ചൊല്ലണം. ചൊല്ലിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ മരിക്കുന്ന സമയത്ത് ഷഹീദിന്റെ കൂലിയോടുകൂടി മരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആ രോഗം ശിഫയാകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായിട്ട് നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും പുറത്തു തരികയും ചെയ്യും. ഏറ്റവും വലിയൊരു നേട്ടമല്ലേ? നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന ദുആ മുഴുവൻ സ്വീകരിക്കണമെന്ന്, നമ്മൾ ചെയ്യുന്ന ദുആ മുഴുവൻ അള്ളാഹു കബൂലാക്കണമെന്ന്. അങ്ങനെ ദുആ സ്വീകരിക്കാൻ ഒരു മാർഗം കൂടെ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിച്ചു തരികയാണ്. നിസ്കാരത്തിൽ ഈ ദിക്ർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, നിസ്കാരത്തിൽ ചൊല്ലേണ്ട ഒരു രൂപം പറഞ്ഞു തരുന്നുണ്ട്. മഹത്തുക്കളായ ഇമാമികളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ. എന്നിട്ടോ ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം ചോദിക്കുകയാണ്, ലീ ഹാജത്തുൻ ഇലല്ലാഹി തആല, നബിയെ എനിക്കൊരു ആവശ്യമുണ്ട്, അള്ളാഹുവിലേക്ക് ഒരു ആവശ്യമുണ്ട്. അതായത് അള്ളാഹുവിനോട് എനിക്കൊരു ആവശ്യം പറയാനുണ്ട്, അള്ളാഹുവിനോട് എനിക്ക് കാര്യം തേടാനുണ്ട്. ഫബിമാ തവസ്സലു ഇലൈഹി, എന്ത് കാര്യം മുൻനിർത്തിയിട്ടാണ് ഞാൻ റബ്ബിനോട് ചോദിക്കേണ്ടത് എന്ന്, എന്ത് കാര്യം തവസ്സുലാക്കിയിട്ടാണ് റബ്ബിനോട് ഞാൻ ചോദിക്കേണ്ടത്. തവസ്സുലാക്കൽ വലിയ കൂലിയുള്ളൊരു സംഗതിയാണ്. നമ്മളിപ്പോൾ ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുവെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കാര്യം നൽകണേ, നബി തങ്ങളെ തവസ്സുലാക്കി ചോദിച്ചു. അല്ലെങ്കിൽ മറ്റ് ഔലിയാക്കളെ എന്ത് ചെയ്തു, തവസ്സുലാക്കി ചോദിച്ചു. അല്ലെങ്കിൽ റബ്ബെ ഞങ്ങൾ ഓതി ഖുർആനിനെ ബറക്കത്ത് കൊണ്ട് ഇതിൻ്റെ ജാഹു കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കാര്യം നടത്തി തരണം. അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിയ ദിക്ർ തവസ്സുലാക്കി ചോദിച്ചു. ഇങ്ങനെ പല കാര്യങ്ങളും തവസ്സുലാക്കുക. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കാണിക്ക കൊടുക്കുക എന്ന് പറയില്ലേ, അള്ളാഹുവിനൊരു എന്ത് ചെയ്യുക, ഇടയിൽ ഈ സംഗതി ഞങ്ങൾ മോശക്കാരാണ് റബ്ബെ, ഞങ്ങൾ തെറ്റൊക്കെ ചെയ്യുന്നവരാണ്, പക്ഷേ നിന്റെ ഖുർആൻ അല്ലെങ്കിൽ മുത്തുനബി തങ്ങൾ അല്ലെങ്കിൽ ഔലിയാക്കൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ദിക്ർ ഇതൊക്കെ നിന്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, മഹത്വമുള്ളതാണ്, ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കാര്യം നടത്തി തരണേ. ഇതിനാണ് തവസ്സുൽ എന്ന് പറയാം. അപ്പം ഈ മഹാൻ ചോദിക്കുകയാണ് നബി തങ്ങളോട്, ഫബിമാ അത്തവസ്സുലു ഇലൈഹി, നബി എന്താണ് ഞാൻ റബ്ബിലേക്ക് തവസ്സുലാക്കേണ്ടത്, എന്ത് കാര്യം മുൻനിർത്തിയിട്ടാണ് ചോദിക്കേണ്ടത്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മറുപടി വന്നു, എന്ത്, മൻ കാനത്ത് ലഹു ഹാജത്തുൻ ഇലല്ലാഹി തആല, ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എന്തെങ്കിലും ഒരു ഹാജത്തുണ്ടെങ്കിൽ, റബ്ബിൻ്റെ അടുക്കൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫൽയസ്ജുദ്, അവൻ സുജൂദ് ചെയ്യട്ടെ. അതായത് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ അവൻ സുജൂദ് ചെയ്യുമ്പോൾ ഫൽയഖുൽ ഫീ സുജൂദിഹി, ആ വ്യക്തിയുടെ സുജൂദിൽ, അവൻ ചെയ്ത ആ സുജൂദിൽ അവൻ പറഞ്ഞുകൊള്ളട്ടെ, 40 മറത്തൻ വയുശീറു ബി ഉസ്ബുഇഹി ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നമ്മൾ സുജൂദിൽ കൈവച്ച് കിടക്കൂലോ, ആ കിടത്തത്തിൽ എന്ത് ചെയ്യണം, 40 തവണ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അവൻ്റെ ചൂണ്ടുവിരൽ ഇഷാറത്താക്കിയിട്ട് എന്ത് ചെയ്യുക, അള്ളാഹു ഏകനാണല്ലോ, അതൊന്ന് ഉയർത്തി, അതൊന്ന് ഇഷാറത്താക്കുക എന്ന് വെച്ചാൽ ചൂണ്ടുക എന്നർത്ഥം. ചൂണ്ടിട്ട് എന്ത് ചെയ്യുക, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 തവണ ചൊല്ലി ആ നിസ്കാരത്തിന് ശേഷം സലാം വീട്ടിയ ശേഷം ഫദ്ഉ, അവൻ ദുആ എന്ന് കൊള്ളട്ടെ. എന്നാൽ എന്ത് ചെയ്യും, അജാബ, അവൻ ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന്. സുന്നത്തായ നിസ്കാരങ്ങൾ ചെയ്താൽ മതി, ഫർദായ നിസ്കാരങ്ങൾ ചെയ്യണമെന്നല്ലേ പറയുന്നത്. മറിച്ച് നമ്മൾ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത്, ഹാജത്ത് നിസ്കരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സുന്നത്തുകൾ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ സുജൂദിൽ കടന്നുകൊണ്ട് നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റായിട്ട് മുത്തുനബി തങ്ങൾ സ്വപ്നത്തിലൂടെ പഠിപ്പിച്ചു തന്നതാണ്. നബി തങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, ഇനി ആ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ, ഇതിപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും എന്തെങ്കിലും വാങ്ങിയെടുക്കണം, റബ്ബിൻ്റെ അടുക്കൽ നിന്നും ഒരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്കുള്ള മാർഗം പറഞ്ഞു കൊടുത്തതാണ് നബി തങ്ങൾ. ഇനിയും പറയുന്നുണ്ട്, ഇത് മനിൽ തുർറഫി ഷൈഇൻ, ആർക്കെങ്കിലും ഇനി ഒരു പ്രയാസം നേരിട്ടു, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിൽ നിന്ന് രക്ഷ കിട്ടണം, ഒരു പ്രയാസത്തിൽ നിന്നും മോചനം ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയതവല്ല, അവൻ എന്ത് ചെയ്യണം, കാമിലായ പൂർണ്ണമായ വുദൂ ചെയ്യണം. ഫൽയുസല്ലി റക്അതൈനി, എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് അവൻ സലാം വീട്ടിയ ശേഷം ഫൽയസ്ജുദ്, സലാം വീട്ടിയ ശേഷം പിന്നീട് അവൻ ഒരു സുജൂദ് ചെയ്യണം. ആ സുജൂദിൽ ഫൽയഖുൽ ഫീ സുജൂദിഹി ലാ ഇലാഹ ഇല്ലാ അന്ത 40 മറ. ഈ ഒരു ദിക്ർ ആ സുജൂദിലായി കിടന്നുകൊണ്ട് 40 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ഇടങ്ങേറുകൾ, ഷറുകൾ അള്ളാഹു തട്ടിമാറ്റുന്നതാണ്. കണ്ണേറ് പോലോത്ത, സിഹറ് പോലോത്ത, അതുപോലെ തന്നെ നാക്കേറ് പോലോത്ത നമുക്ക് ഇടങ്ങേറുണ്ടാക്കുന്ന മറ്റക്രമങ്ങൾ, ദുൽമുകൾ, അതൊക്കെ നീങ്ങിക്കിട്ടിയിട്ട് നമ്മളുടെ മനസ്സ് ടെൻഷൻ ഫ്രീ ആയി കിട്ടാൻ, നമ്മളുടെ ജീവിതം റാഹത്തുള്ളതായി കിട്ടാൻ, സക്കീനത്തുള്ളതായി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു ദിക്ർ ഇപ്രകാരം ചൊല്ലിയാൽ മതി എന്ന് മുത്ത് നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല നമ്മുടെ ഹമ്മുകളൊക്കെ തീർത്തു തരട്ടെ, വിഷമങ്ങളൊക്കെ തീർത്തു തരട്ടെ. പ്രയാസപ്പെടുന്ന ആളുകൾ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്നവർ, നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന, നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാനായ ദുന്നൂൻ അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാം. ഒരുപാട് ശ്രേഷ്ഠതകൾ, ഫضലുകൾ, മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ നമുക്ക് മറ്റുള്ള ഫضലുകളും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ പകർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.